കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിനും വീണ്ടും മുഴുമാനവും മഹത്വവും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിൽ കൂടെ ആയിരക്കണക്കിന് ജനത്തിന് വിടുതലും ആശ്വാസവും ലഭിക്കാനിടയായത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഇരട്ടി അനുഗ്രഹങ്ങളും കൃപകളും വാരിച്ചൊരിഞ്ഞ് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ഒരാഴ്ചയാണല്ലോ ഈ ആഴ്ച. ഇന്നലെ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയായിരുന്നു. ഈ ശനിയാഴ്ച അതിൻ്റെ ഭാഗമായിട്ട് തുടരുന്നു. നാളെ ഞായറാഴ്ച ഉയർപ്പിൻ്റെ ഞായറാഴ്ചയാണ്. ആഗോളമുള്ള ക്രൈസ്തവ ലോകജനങ്ങൾ ഇത് ദുഃഖവെള്ളിയായി അല്ലെങ്കിൽ ഈസ്റ്ററായി ആഘോഷിക്കുന്ന ദിവസങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ നമുക്ക് വേണ്ടി മരിച്ചു, ഒരിക്കൽ നമുക്ക് വേണ്ടി ജനിച്ചു, ഒരിക്കൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. ഇന്ന് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇനി ഇവിടെ സംഭവിക്കാനുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. മടങ്ങിവരവിന് ഒരുക്കമുള്ളവരായിരിക്കുവീൻ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് വീട് പണിയും. എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയിട്ട് വീടിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ തിരികെ വരും നിങ്ങളെ ചേർക്കാനായി. അപ്പം നമ്മുടെ മുമ്പിൽ ഇനിയുള്ള വലിയൊരു ആഘോഷം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്നു പകൽ പ്രത്യാശയോടും ദൈവകൃപയോടും അനുഗ്രഹത്തോടും ഇരിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷ അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിൽ ഏതാണ്ട് 30 വർഷം മാതാപിതാക്കൾക്ക് യേശു ഒരു മകൻ എന്ന സ്ഥാനത്ത് കീഴ്പ്പെട്ടിരുന്നു. ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി യേശു ചെയ്തു. യേശു കർത്താവ് കന്യകയിൽ ജനനമെടുത്തു. യേശു കർത്താവിൻ്റെ ജീവിതം 30 വർഷം കഴിഞ്ഞപ്പോൾ 30-ാമത്തെ വയസ്സിൽ ജോർദാനിൽ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു എന്നറിഞ്ഞിട്ട് യേശു കർത്താവ് ഗലീലയിൽ നിന്നും ജോർദാനിൽ കടന്നുപോയി യോഹന്നാന്റെ കൈക്കടി സ്നാനമേറ്റ് സ്നാനാനന്തരം മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥന അനന്തരം പരീക്ഷകൻ അടുക്കൽ വരികയും പിശാച് തന്നെ പരീക്ഷിച്ചു. പക്ഷെ പരീക്ഷയെ യേശു ജയിച്ചു. ജയവീരനായ ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഈ ഭൂമിയിൽ ഏതാണ്ട് 3.5 വർഷം പിന്നീട് കർത്താവ് ജീവിച്ചു. ആ 3.5 വർഷം തൻ്റെ മിനിസ്ട്രിയുടെ വർഷമായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, നിത്യതയെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുക, പിതാവുമായുള്ള ബന്ധത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തുക. ഇതാണ് യേശു ചെയ്തത്. അതിനുവേണ്ടി അനേകം അടയാളങ്ങളും വീര്യപ്രവർത്തികളും യേശു ചെയ്തു. ഉദാഹരണങ്ങളായി ഉപമകൾ പറഞ്ഞ ജനത്തെ, സാധാരണപ്പെട്ടവരെ ദൈവരാജ്യത്തിലേക്ക് നിത്യതയുടെ മർമ്മങ്ങൾ അറിയേണ്ടതിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 3.5 വർഷം ശുശ്രൂഷ ചെയ്ത് 33.5 വർഷത്തിൽ യേശു ക്രൂശിക്കപ്പെടുകയാണ്. ക്രൂശിക്കപ്പെടുന്നതിൻ്റെ സമയങ്ങൾക്ക് തൊട്ടു മുറകിൽ അല്ലെങ്കിൽ തലയ രാത്രിയിൽ വൈകുന്നേരമായപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരുമായി 3 പേരുമായി ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി കയറിപ്പോകുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്.
പത്രോസ് ഉൾപ്പെടെയുള്ള 3 ശിഷ്യന്മാർ ഗെത്സമന തോട്ടത്തിൽ യേശുവിൻ്റെ ഒപ്പം കടന്നു കയറിയെങ്കിലും അവിടെ ഇരുന്ന് അൻപിമ്പാട് ദൂരത്ത്, ഒരു കല്ലേറ് ദൂരത്ത് യേശു മാറിയിരുന്ന് ഇവരെ വിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു പിതാവിനോട്, ക്രൂശീകരണത്തെ മാറ്റിത്തരണമേ, സഹനങ്ങളിൽ കൂടെ കടത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണാൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥന സ്വർഗം കൈക്കൊണ്ടു എങ്കിലും പ്രതികരിച്ചില്ല. പിതാവാം ദൈവം തൻ്റെ പ്രാർത്ഥനയിൽ പ്രതികരിക്കാതെ വന്നപ്പോൾ ക്രിസ്തു പറയുകയാ, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് യേശു കർത്താവ് സറണ്ടർ ചെയ്യുകയാണ് ക്രൂശീകരണത്തിന് വേണ്ടി. അങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ ക്രിസ്തു സറണ്ടർ ചെയ്ത് ക്രൂശീകരണത്തിന് വേണ്ടി ഒരുക്കം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയ യേശു കണ്ടത്, ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറയുകയാ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് എന്ത് ചെയ്യുക? ആമേൻ, പ്രാർത്ഥിപ്പി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. എപ്പോൾ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക വലിയൊരു സബ്ജക്റ്റാണ്. രാത്രിയുടെ കാലങ്ങളിൽ, ഏകാന്തതകളിൽ ഉണർന്നു പ്രാർത്ഥിക്കുക, ഉണർന്ന് കരയുക എന്നുള്ളത് ഭയങ്കര വിടുതലാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ രാത്രിയുടെ കാലങ്ങളിൽ പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല അറിവുണ്ട്. ഉറങ്ങേണ്ട സമയത്ത്, കൂർക്കം വലിച്ച് നന്നായി ഉറങ്ങേണ്ട സമയത്ത് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയത്. അങ്ങനെയൊക്കെ ഞാൻ ഏതൊക്കെ സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകളിൽ എല്ലാം സ്വർഗം എനിക്ക് മറുപടി തന്നത് എടുത്തു പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ ഉണർന്നു പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ ഞാൻ നിങ്ങളുമായി ഇന്ന് രാവിലെ ചർച്ച ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഉണർന്നിരുന്നു പ്രാർത്ഥിച്ചാൽ ദൈവഗീതം തിരിച്ചറിയാൻ കഴിയും. ദൈവഗീതം രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവഗീതം എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ കഴിയും. മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയും. മനസ്സൊക്കെ ശാന്തമാകുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷം ശാന്തമാകുന്ന, വീടിനകം ശാന്തമാകുന്ന ഒരു സമയമാണ് അർദ്ധരാത്രി. ആ രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ വേഗത്തിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് നമ്മോടുള്ള ഗീതം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഗീതം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഗീതം, നമ്മുടെ ജോലിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഗീതം വെളിപ്പെടുന്നത് രാത്രികളിലെ പ്രാർത്ഥനയിൽ അതിവേഗതയിൽ സംഭവിക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവത്തോടടുക്കുക, ശരീരം ശാന്തമാകുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, രാത്രിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യകാല ശുശ്രൂഷ 3.5 വർഷമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. ആ 3.5 വർഷത്തെ ശുശ്രൂഷ നോക്കുമ്പോൾ പകലന്തിയോളം ശിഷ്യന്മാരുമായി കടൽപ്പുറത്തും പള്ളിയിലും ചന്തമൈതാനങ്ങളിലും തെരുക്കോണുകളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ദൈവരാജ്യത്തെ ഉറപ്പിച്ചും സ്ഥാപിച്ചും പോന്നു. കുരുടന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയും, കുഷ്ഠരോഗികൾക്ക് സൗഖ്യവും രക്തസ്രാവക്കാർക്ക് സൗഖ്യവും, എന്തിനേറെ മരിച്ചവരുടെ ശവമഞ്ചത്തെ തൊട്ട് സൗഖ്യമാക്കിയും, നൈൽ വിധവയുടെ മകനെ സൗഖ്യമാക്കിയതും, യായ്റോസിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതും, ലാസറിനെ ശവക്കല്ലറയ്ക്കകത്തൊന്നും സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവന്നതും, അങ്ങനെ ഒട്ടനവധി പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത
അനവധി അനവധി ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പകലുള്ള സമയങ്ങളിൽ യേശു ചെയ്തിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ, സുവിശേഷം 4 പഠിക്കുമ്പോൾ, മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്, യേശു ക്രിസ്തു രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിപ്പോയി. അപ്പൊ യേശു പോലും ചെയ്തൊരു കാര്യമാണ് രാത്രിയിലെ പ്രാർത്ഥന. മനസ്സ് ശാന്തമാകുമ്പോൾ, അന്തരീക്ഷം ശാന്തമാകുമ്പോൾ പിതാവിനോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം യേശുവിനുണ്ടായിരുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഗ്രേസ് ടിവിയുടെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, മനസ്സും അന്തരീക്ഷവും ശാന്തമാകുന്ന അർദ്ധരാത്രിയിൽ നീ നിന്റെ ദൈവത്തോട് സംസാരിച്ചാൽ, ദൈവത്തോട് ഇടപെട്ടാൽ, വേഗത്തിൽ ദൈവം നിന്നോട് സംസാരിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ഫ്യൂച്ചർ, നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ സ്വർഗം വേഗത്തിൽ നിങ്ങളോട് നേരിട്ട് പറയുകയും നിങ്ങളെ ദൈവശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അർദ്ധരാത്രിയിലെ പ്രാർത്ഥന. അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തൂ, ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഒരിക്കൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല. ഞാൻ ആകെപ്പാടെ ആ വിഷയത്തിൽ വളരെയധികം ടെൻഷനായി. എൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇനി വലിയ കാര്യമില്ലെന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞു. എൻ്റെ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ എന്താ ദൈവം ഇടപെടാത്തെ. അപ്പോഴാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, എൻ്റെ അകത്ത് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു പ്രഭാതം കഴിഞ്ഞ് രാത്രിയായി. ആ രാത്രി തീരുന്നത് 12 മണിയാണ്. അടുത്ത ദിവസം ആരംഭിക്കുന്നത് അവിടം തുടങ്ങി 12 മണി മുതൽ അടുത്ത ദിവസം ആരംഭിക്കുക. അതുകൊണ്ട് 12 മണി എന്ന് പറയുന്ന സമയത്ത് നീ മുട്ടുമടക്കി ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിന് മറുപടി തരാതെ തടയുന്ന അന്ധകാര ശക്തിയെ വെട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അത് അങ്ങനെ ചെയ്തു. ഒരാഴ്ച അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തരാതെ, ആ വിഷയത്തിനൊരു മറുപടി കിട്ടാതെ എൻ്റെ നന്മയെ, എൻ്റെ പ്രാർത്ഥനയെ തടയുന്ന പൈശാചിക മണ്ഡലത്തെ ഞാൻ ബന്ധിച്ച് വെട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവം ആ വിഷയത്തിന് എന്ത് ചെയ്തു? മറുപടി തന്നു. മാത്രമല്ല, ഞാൻ പല ദിവസങ്ങൾ, പല രാത്രികൾ എൻ്റെ കാതിൽ ഞാൻ ദൈവശബ്ദം കേട്ടു. അപ്പൊ രാത്രിയുടെ ഏകാന്തതകളിൽ മനസ്സ് സൈലന്റ് ആകുമ്പോൾ, ശരീരം സൈലന്റ് ആകുമ്പോൾ, അന്തരീക്ഷം സൈലന്റ് ആകുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്യണം? നോക്കണം. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണം. ഒരത്ഭുതം സംഭവിക്കും. അപ്പോൾ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിച്ചാലുള്ള ഒന്നാമത്തെ അത്ഭുതം ദൈവശബ്ദം കേൾക്കും. ഒന്നാമത്തെ അത്ഭുതമാണത്. ദൈവശബ്ദം എന്ത് ചെയ്യും? കേൾക്കും. ഈ ദൈവശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ ശബ്ദവും ദൈവശബ്ദത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ മനുഷ്യന്റെ ശബ്ദം കേട്ട് അങ്ങ് മടുക്കും. ഞാനിപ്പോൾ എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങളോട് ശുശ്രൂഷിക്കുക. കുറെ കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് മടുക്കും. പിന്നെ ഇത് കേൾക്കത്തില്ല. എന്താ കാര്യം? ഒരു ശബ്ദം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ഉള്ള ഗുണവും എന്താ ചോദിച്ചാൽ, ജീവിതത്തിൽ മടുക്കത്തില്ല. എത്ര കേട്ടാലും മതി വരാതെ ഓരോ വാക്കുകളും നമ്മളെ കൊതിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന, ഇമ്പമാറുന്ന നിലയിലേക്ക്, നമ്മളെ വളർച്ചയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൈവശബ്ദം. ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയെന്നും അത് വനത്തിലെ തോൽ ഉരിക്കുന്നത് പോലെയെന്നും വലിയ വെള്ളച്ചാട്ടത്തിനേക്കാൾ വലിയ നയാഗ്ര വെള്ളച്ചാട്ടമാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. പക്ഷെ ആ വെള്ളച്ചാട്ടത്തിൽ കേൾക്കുന്ന ശബ്ദത്തെക്കാൾ, പെരുവെള്ളത്തിന്റെ ശബ്ദത്തെക്കാളും ആമെ നോക്കിക്കേ, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നതുമായ ഇമ്പമാർന്ന ശബ്ദമാണ് ദൈവശബ്ദം. ദൈവശബ്ദം കേട്ടവർക്കറിയാം എന്തോ മനോഹരമാണ്. ദൈവശബ്ദം ആശ്വസിപ്പിക്കുന്നതാണ്. മനുഷ്യന്റെ ശബ്ദം നമ്മെ ആശ്വാസത്തിന് പകരം ദേഷ്യം പിടിപ്പിക്കും. നമ്മളെ വയലന്റ് ആക്കി കളയും, നിരാശപ്പെടുത്തും.
കരയിപ്പിക്കും, ഭാരം കൊണ്ടുവരും മനുഷ്യന്റെ ശബ്ദം. ദൈവശബ്ദത്തിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ദൈവശബ്ദം കേൾക്കും തോറും നമ്മളെ എനർജി ആയിക്കൊണ്ടിരിക്കുക, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക, ബലപ്പെട്ടുകൊണ്ടിരിക്കുക. മാനുഷികമായ വാക്കുകളുടെ മുമ്പിൽ വേദനിച്ച് കഴിയുമ്പോഴാണ് ദൈവസന്നിധി വരുന്നത്. ഹന്ന സ്വന്തം വീട്ടിൽ മാനുഷിക വാക്കുകളുടെ മുമ്പിൽ വേദനിച്ചപ്പോൾ ആ വേദനയുമായിട്ടാ ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്. എന്നാൽ പുരോഹിതന്റെ വാക്കും അവളെ വേദനിപ്പിച്ചു. മനുഷ്യന്റെ വാക്ക് വേദനിപ്പിക്കുന്നതാ, ഭർത്താവിന്റെ വാക്ക് വേദനിപ്പിക്കുന്നതാ, ഭാര്യയുടെ വാക്ക് വേദനിപ്പിക്കുന്നതാ, പുരോഹിതന്റെ വാക്ക് വേദനിപ്പിക്കുന്നതാ, സ്വന്തം വീട്ടുകാരുടെ, ചാർച്ചക്കാരുടെ, കൂട്ടുകാരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാ. എന്നാൽ ദൈവത്തിന്റെ വാക്ക് വേദനിപ്പിക്കുന്നതല്ല. അവൾ ആലയത്തിൽ മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു, എൻ്റെ സങ്കടം ഓർക്കണമേ, എൻ്റെ വേദന അറിയണമേ, എൻ്റെ നിന്ന മാറേണ്ടതിന് ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപ്പോൾ അവൾ ദൈവശബ്ദം കേട്ടു. എന്താ ദൈവശബ്ദം? അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ നിനക്കൊരു പുരുഷ പ്രജയെ തരും. ദൈവത്തിന്റെ മക്കളോട് ഞാൻ ആത്മാവി പറയാം, രാത്രിയുടെ കാലങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, സമയം കണ്ടെത്തണം. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ, ദൈവസന്നിധി സ്തോത്രം ചെയ്യുമ്പോൾ ദൈവശബ്ദം, ഇമ്പമാർന്ന ശബ്ദം, അപ്പച്ചന്റെ ശബ്ദം ഒന്ന് കേൾക്കണം കേട്ടോ. കേട്ടിട്ടില്ലെങ്കിൽ കർത്താവിനോട് കൊതിക്കണം, കർത്താവെ ഒരു പ്രാവശ്യമെങ്കിലും ആ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണേ, ആ ശബ്ദം എന്നെ കേൾപ്പിക്കണേ. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കുന്നവരെ എനിക്കറിയാം. എല്ലാ ദിവസവും ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്കറിയാം. ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം അസ്വസ്ഥരാകുന്നവരെ എനിക്കറിയാം. എന്നാൽ ഇന്ന് പകൽ എല്ലാ ദിവസവും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ശബ്ദം ഒന്ന് കേൾക്കാൻ രാത്രിയുടെ കാലങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ദൈവസനെ നിലവിളിച്ചോ. കർത്താവ് ഒന്നാമത്തെ അത്ഭുതം ദൈവശബ്ദം കാതിൽ കേൾക്കാൻ ഇടയാക്കും. അപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ അത്ഭുതം നമ്മുടെ വീട്ടിൽ, നമ്മളിൽ സംഭവിക്കും. രണ്ടാമത്തെ അത്ഭുതം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ആത്മവിശ്വാസം ഉത്കണ്ഠയെ അകറ്റിക്കൊണ്ട് പ്രതിസന്ധികളിൽ ധൈര്യം നേടാൻ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആത്മവിശ്വാസം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം, ആത്മവിശ്വാസം. നമ്മളെ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു സമയം കടന്നു വരും. നമ്മുടെ കുടുംബത്തെ നമുക്ക് വിശ്വാസമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരെ വിശ്വാസമില്ല, പ്രാർത്ഥിക്കുന്ന പാസ്റ്ററെ വിശ്വാസമില്ല, പള്ളിയിലെ അച്ഛന്മാരെ വിശ്വാസമില്ല. ചില സമയങ്ങളിൽ ദൈവത്തെ പോലും വിശ്വാസമില്ലാതെ എവിടെയൊക്കെയോ പതറിപ്പോയ ഒരു ജീവിതം. എന്നാൽ രാത്രിയുടെ കാലങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരാത്മവിശ്വാസം ഉണ്ടാകും. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലയോ? പരീക്ഷകൻ അടുക്ക കിടക്കുകയാണ്, അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഉറങ്ങിപ്പോയത് കൊണ്ട്. അതുകൊണ്ടാണ് കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. യേശു ആരാണ് യേശു എന്ന് പറഞ്ഞ്, നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ തടി തപ്പി അവിടുന്ന് മാറിപ്പോയത് ആത്മവിശ്വാസം, യേശുമേലുള്ള വിശ്വാസം, ആത്മാവും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ അവൻ പഴയ പടകെടുത്തു, പഴയ വലയെടുത്തു, പഴയ ജോലിക്ക് പോയി. ഇന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടിട്ട് ആത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ദൈവദാസന്മാർ പോലും ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ആത്മവിശ്വാസം, കർത്താവുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്മാറിപ്പോയ ആളുകളെ കണ്ടിട്ടില്ലേ? പഴയ പടകും പഴയ വലയും എടുത്തുകൊണ്ട് പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ചുറ്റോട്ടം കണ്ടിട്ടില്ലേ? പിന്നെ ഈ മാർഗത്തിന് എതിരായി നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ആത്മവിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ് പ്രിയരെ. അതുകൊണ്ട് ഈ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് പ്രാപിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? നമ്മളിൽ വരുന്ന ചില ഉത്കണ്ഠകളും നമ്മളിൽ വരുന്ന പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്കണ്ഠകൾ മാറും, പ്രതിസന്ധികൾ മാറും, ചോദ്യചിഹ്നങ്ങൾ മാറും, അത്ഭുതങ്ങൾ സംഭവിക്കും, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും.
ഇപ്പൊ രണ്ടാമത്തെ അത്ഭുതം നമ്മളിൽ എന്തോ ഉണ്ടാകുന്നു? ഒരു ആത്മവിശ്വാസം. ഒന്നാമത്തെ അത്ഭുതം ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇനി മൂന്നാമത്തേത് മാനസികമായ സമാധാനം വർദ്ധിക്കുന്നു. സമാധാനം ഇന്ന് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം. സമാധാനമില്ലാത്ത കാരണത്താൽ കാട്ടിക്കൂട്ടുന്ന ഒത്തിരി അപകടം പിടിച്ച വഴികൾ നമ്മുടെ ഇടയിലുണ്ട്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് മെന്റലി പ്രോബ്ലം സംഭവിക്കുന്നത്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, കുഞ്ഞുങ്ങളുമായി ചേരാൻ പറ്റാതെ വരുന്നു, എപ്പോഴും കലകം, 24 മണിക്കൂറും ബഹളം, ഉണർന്നിരിക്കുന്ന സമയം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ സമാധാനം നഷ്ടപ്പെട്ടവരുടെ ഒരു സ്വഭാവമാണ് രാവിലെ കിടക്കുന്ന എഴുന്നേറ്റാൽ പോലും എഴുന്നേറ്റ് വരുന്ന ദേഷ്യത്തോടായിരിക്കും, കടിച്ചു കീറുന്ന സ്വഭാവത്തോടെ. ഭാര്യ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല, ഭർത്താവ് ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല, മക്കളോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല. വല്ലാത്ത പ്രയാസങ്ങൾ വരുത്തുന്ന, അസ്വസ്ഥ വരുത്തുന്ന കാര്യങ്ങൾ വരുന്നത് മനസ്സിന്റെ സമാധാനത്തിന്റെ താളം തെറ്റുമ്പോഴാണ്. എന്നാൽ രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനെ നിങ്ങൾ നോക്കൂ. പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് വരുന്നത് ഭയങ്കര സമാധാനത്തോടായിരിക്കും. ചിലപ്പോൾ അവന് കഴിക്കാൻ ആഹാരം കണ്ടില്ലെന്ന് വരാം, കുടിക്കാൻ നല്ല വെള്ളം കിട്ടിയില്ലെന്ന് വരാം, കയ്യിൽ ഒരു പൈസയും കാണത്തില്ല, ATM പോയി കാർഡ് ഇട്ട് കുത്തിയാൽ ചിലപ്പം ഒരു പൈസയും കിട്ടത്തില്ല, അക്കൗണ്ട് ശൂന്യമാണ്. പേഴ്സ് നോക്കുമ്പോൾ അതിനകത്ത് ചില്ലറ പൈസ ചിലപ്പോൾ കാണും, ചിലപ്പോൾ അതുപോലും കാണത്തില്ല. പക്ഷെ അവൻ എന്തോ ഒരു സന്തോഷമാണ്, ഒരു സമാധാനം. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, അന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ജീവിതത്തിൽ ഒത്തിരി ഞെരുക്കം കാണും, പ്രയാസം കാണും. എന്താ കാര്യം? രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ ജീവിതത്തിൽ സന്തോഷിച്ചിട്ട് കുറേ നാളായി കാണും. ചിലർ പറയാറുണ്ട് അങ്ങനെ, ദേവദാസനെ സന്തോഷം എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഉറക്കം എന്ന് പറയുന്നത് എന്താ അറിയത്തില്ല, മറന്നുപോയി. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. മക്കളെ ഓർക്കുമ്പോൾ, നാളത്തെ കടം ഓർക്കുമ്പോൾ, വീടിന്റെ സാഹചര്യം ഓർക്കുമ്പോൾ, പെൻഷൻ കിട്ടാത്ത അല്ലെങ്കിൽ സാലറി കിട്ടാത്ത ഒരു വല്ലാത്ത ജീവിതം, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, മക്കളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ടൊരു ഗുണമില്ല, മദ്യപാനമാണ്, പുകവലിയാണ്, കൂട്ടുകെട്ടാണ്, ചൂത്താടി നടക്കുകയാണ്, വീട്ടിൽ ഒരു സമാധാനമില്ല. ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം, നിങ്ങളുടെ വീടിനകത്ത് സമാധാനം വരണമെങ്കിൽ മലകൾ കയറിയിട്ടോ, മെഴുകുതിരി കത്തിച്ചിട്ടോ, എണ്ണ ഒഴിച്ചിട്ടോ, ഹോമം നടത്തിയത് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. പകരം നിങ്ങൾ മുട്ടുമടക്കി നിങ്ങളുടെ മുറിക്കകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിനകത്തോ, പ്രാർത്ഥനാ മുറിയിലോ രാത്രിയുടെ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, കരഞ്ഞു നോക്കൂ. ദൈവസന്നിധിയിൽ ഒന്ന് ഉണർന്നിരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കൂ. അടുത്ത പ്രഭാതത്തിൽ നിന്റെ വീടിനകത്ത് നീ ഇന്ന് വരെ കാണാത്ത ഒരു വലിയ സമാധാനം, വലിയൊരു ആശ്വാസം അത് ലഭിച്ചിരിക്കും, ഉറപ്പായ കാര്യമാണ്. അനുഭവത്തോടു കൂടെയാണ് ദൈവദാസൻ ഇന്ന് പകൽ ഇത് പറയുന്നത്. അപ്പൊ 3 അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, രാത്രിയിൽ കരഞ്ഞാൽ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, പരീക്ഷകൻ നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് യേശു പത്രോസിനോടും കൂട്ടിനോടും പറഞ്ഞതുപോലെ, ശരീരം ബലഹീനമാണെങ്കിൽ ആ ബലഹീന ശരീരത്തിനകത്ത് നമ്മൾ വിധേയപ്പെടാതെ ആത്മാവിൽ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ വീടൊരു പ്രാർത്ഥനാലയമായി മാറ്റി കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ 3 അത്ഭുതങ്ങൾ. 1, ദൈവശബ്ദം നിങ്ങൾ കേൾക്കും, നേരിട്ട് കേൾക്കും, പ്രവാചകൻ വഴിയല്ല, നിങ്ങൾ നേരിട്ട് ദൈവശബ്ദം കേൾക്കും. 2, ആത്മവിശ്വാസം നിങ്ങളിൽ ഉള്ളിൽ വർദ്ധിക്കും. 3, നഷ്ടപ്പെട്ടുപോയ സമാധാനം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മടക്കിത്തരും. ഈ 3 അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ഞാൻ രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക് സമയത്തെ കണ്ടെത്തും. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുക, നിങ്ങളിൽ സംഭവിക്കുക. നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി സ്തോത്രം. രാത്രികളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്ന ഉപദേശത്തിനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം. പരീക്ഷകൻ ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന്, അതിൻ്റെ ആഗ്രഹം ഞങ്ങളോടാണെന്ന് ദൈവാത്മാവ് പറഞ്ഞല്ലോ. പത്രോസിനോട് പറഞ്ഞതുപോലെ ഒരു നാഴിക എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? ശരീരം ബലഹീനമാകുഞ്ഞ്, പക്ഷെ ആത്മാവിൽ നിങ്ങൾ ബലപ്പെടണമെന്ന് പറഞ്ഞ് പത്രോസിനെയും കൂട്ടരെയും ഉറപ്പിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളെയും ഇന്ന് പകൽ ഈ സന്ദേശത്തിൽ കൂടെ ഉറപ്പിച്ചതിനായി സ്തോത്രം, എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ക്ഷീണം മാറട്ടെ, ഞങ്ങളുടെ ബന്ധനം അഴിയട്ടെ. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താൻ, കരയാൻ, ദൈവസന്നിധി മുട്ടുമടക്കാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി പ്രാപ്തരാക്കി തീർക്കണം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ധൈര്യമായിരിക്കൂ. രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ. അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ സംഭവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.